എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മന്തി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഞാനിതിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. മന്തി മസാലയോ മാഗി ക്യൂബോ ഇല്ലാതെ തന്നെ ഒരു അടിപൊളി മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ മാഗി ക്യൂബും മന്തി മസാല ഇല്ലാതെ ടേസ്റ്റിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു ടേസ്റ്റ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും എല്ലാ ദിവസവും മാഗി ക്യൂബും മന്തി മസാല ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യം തന്നെ ഞാൻ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഒരു ഫോർക്കോ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് എന്തിനു വെച്ചാൽ പെട്ടെന്ന് മസാല അകത്തൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ടും മന്തി ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ അത്യാവശ്യം ഓരോ ചിക്കനും കുറേ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ മന്തി തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അങ്ങനെ ചിക്കനിൽ ഇതുപോലെ വരഞ്ഞു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ മന്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള, ക്യാപ്സിക്കോ, മല്ലിയില ഇതൊക്കെ ഞാൻ ചെറിയ കനത്തിൽ കുനുകുനാന്നായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ഇതിനേക്കാളും ചെറുതായിട്ട് അരിയാൻ പറ്റുന്നെങ്കിൽ ഇതിനേക്കാൾ ചെറിയ കനത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പം മന്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല, ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മന്തി ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്, സെറ്റ് ചെയ്തെടുക്കുന്നുള്ളത്, ആ പാത്രത്തിൽ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ അത്യാവശ്യം വലിയ പാത്രം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് മൊത്തം ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കുന്നുള്ളത് ചിക്കൻ മസാലയാണ്. 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റേതായ രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാലും അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് മന്തി കിട്ടും. പിന്നെ ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും 2 ടേബിൾ സ്പൂണാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് എന്തായാലും ഇട്ട് കൊടുക്കണം. മാഗി ക്യൂബൊന്നും ഇട്ട് കൊടുക്കാത്തത് കൊണ്ട് ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടിയാണ്. അത് 1.5 വലിയ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും. നിങ്ങളെ മന്തിക്ക് കാണാൻ കുറച്ച് ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളറ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കളർ യൂസ് ചെയ്യുന്നുണ്ട്. വേണ്ടാന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്. അങ്ങനെ കുറച്ച് മാത്രം കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളറാണ്. അതിനുശേഷം കൈ കൊണ്ട് നല്ല രീതിക്ക് ഞാൻ തിരുമ്മിയെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുക്കുന്നതല്ല, നല്ല രീതിക്ക് കൈ കൊണ്ട് തിരുമ്മിയെടുക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിക്കൊന്ന് തിരുമ്മിയെടുക്കുക. കൈകൊണ്ട് നല്ല രീതിക്ക് ഞാൻ തിരുമ്മിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. നിങ്ങൾ കുക്കിംഗ് ചെയ്യുമ്പോൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് ഓയിലായാലും പ്രശ്നമില്ല. ഇനി കൈകൊണ്ട് നല്ല രീതിക്ക് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. ഞാൻ അത്യാവശ്യം 3/4 കപ്പ് അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ വരഞ്ഞെടുത്ത. അപ്പോൾ ചിക്കൻ വെച്ചെടുക്കുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ അങ്ങനെ വെച്ചെടുക്കാൻ പാടില്ല. ഫുള്ള് നിരത്തിയിട്ട് വേണം വെച്ചുകൊടുക്കാനായിട്ട്. മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ കറക്റ്റ് ആവില്ല മന്തി ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ എല്ലാ ചിക്കനും വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ അത്യാവശ്യം കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സ്പൈസസ് ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുരുമുളകിൻ്റെയും ജാതിക്കയുടെയും മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് വിട്ടുപോയതാണ്. അങ്ങനെ എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അരി വേവിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം സ്പൈസസ് ഒന്നും ഇടാതെയാണ് ഈ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നുള്ളത്. ഇത് ഞാനൊരു 3/4 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത് കുറച്ച് തിരക്കിട്ട സമയത്താണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അങ്ങനെ 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേവിക്കാനായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ റൈസും കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അരി
2 മണിക്കൂർ മുന്നേ ഞാൻ കുതിർക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചപ്പോൾ അരിയിട്ട് കൊടുത്തതാണ്. അതിന് അരിയിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം വെക്കുമ്പോൾ എപ്പോഴും നല്ലോണം വെള്ളം വെക്കണം. ഈ അരി വേവിക്കുമ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ കണക്കൊന്നുമില്ല. അപ്പോൾ ഈ റൈസ് വന്നതിന് ശേഷം വാർത്തെടുക്കുന്നുള്ളത് കൊണ്ട് വെള്ളത്തിന് അളവൊന്നുമില്ല. അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിക്കൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് 3/4% വേവട്ടെ. അതിനിടയ്ക്ക് ഞങ്ങൾ ചിക്കൻ ഒന്ന് ഞാൻ മറിച്ചിടാൻ വേണ്ടി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കുറച്ച് സമയം കൂടി വേവിച്ചെടുക്കാം മറിച്ചിട്ടതിന് ശേഷം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക്, ഫാമിലിക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോവല്ലേ കൂട്ടുകാരെ. ഇതുവരെ എൻ്റെ വീഡിയോയും ആഡ്സൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്യാവശ്യം ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റൈസും കൂടി 3/4% വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ആ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഈ വാർത്തെടുക്കുന്നെങ്കിൽ വാർത്തെടുക്കുക, വെള്ളത്തിൽ നിന്ന് പോലെ കോരിയെടുത്താലും മതി. അത്യാവശ്യം നല്ല ഈ ചൂടോടെ തന്നെ വേണം ദമ്മിടാനായിട്ട്. അങ്ങനെ ചിക്കനിലുണ്ട് ഈ മസാലയുള്ള കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ദമ്മ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിക്കൻ സ്റ്റോക്ക് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ദമ്മ് ചെയ്താലോ? വളരെ സിമ്പിളാണ്. എത്ര പെട്ടെന്നാണ് ഉണ്ടാക്കി കഴിഞ്ഞത്. ദമ്മിട്ട് കഴിഞ്ഞാൽ മന്തി ഇവിടെ പെട്ടെന്ന് തന്നെ സെറ്റായി വന്ന്. അങ്ങനെ ചിക്കനൊക്കെ ഞാൻ അടിവശത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊന്നും മാറ്റിയെടുത്തിട്ടില്ല. പിന്നെ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് കുറച്ചിട്ടതിന് ശേഷം നേരത്തെ നമ്മൾ ചിക്കനിന് മാറ്റി വെച്ച ആ സ്റ്റോക്കും കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 തവണയായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മന്തി റെസിപ്പീസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടുക. ഈ മന്തി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ കൂട്ടുകാരെ. ഇതുപോലുള്ള മന്തി റെസിപ്പി ആണെങ്കിലും കിച്ചൺ ടിപ്സ് ആണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്കിപ്പൊട്ടിക്കാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ. അങ്ങനെ റൈസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നേരത്തെ മന്തിന്ന് ചിക്കൻ വേവിച്ച കുറച്ച് സ്റ്റോക്കും കൂടിയുണ്ട്. അതും കൂടി മുകളിലേക്കായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുള്ളവർ മാത്രം ചെയ്തെടുത്താൽ മതി. കുറച്ച് ഫുഡ് കളറും വെള്ളത്തിൽ കലക്കിയോ അല്ലെങ്കിൽ പാലിൽ കലക്കിയോ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ അതും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. റെഡ് കളർ മാത്രമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. ഇനി ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ മന്തിക്ക് ഏറ്റവും ഫ്ലേവർ കൂട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ സ്മോക്കി സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയൊരു പാത്രത്തിൽ തീ കണലിട്ടിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഏകദേശം സ്മോക്കി സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും. വരുന്ന സമയത്ത് നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ദമ്മിട്ടെടുക്കാം. അങ്ങനെ പിന്നെ ഉള്ളതൊന്നും എനിക്ക് വീട്ടെടുക്കാൻ വിട്ടുപോയതാണ്. ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മന്തി ക്യൂബോ മന്തി മസാല ഇല്ലാതെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. എന്നാലും ഒരു കുറവുണ്ടായിരുന്നില്ല ടേസ്റ്റിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മന്തി ക്യൂബൊന്നും ഇടാത്തതിൻ്റെ യാതൊരു കുറവ് പോലും അറിഞ്ഞില്ല. അങ്ങനെ മന്തി ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അതിനൊന്നിച്ച് കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു തക്കാളി ചട്നി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് തക്കാളിയും സവാളയും മല്ലിയിലയും എരിവിനാവശ്യമായ പച്ചമുളകും 2-3 അല്ലി വെളുത്തുള്ളിയും എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ച് നല്ല രീതിക്കൊന്ന് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളാണ്. ഞാൻ മന്തിക്ക് ഉണ്ടാക്കുന്ന ചട്നി ഇങ്ങനെയാണ്. അപ്പം ഞാൻ അത് സെർവിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു തവണ മന്തി ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ തന്നെ തക്കാളി ചട്നി ഉണ്ടാക്കി നോക്കുക. വേറെ ഒന്നിൻ്റെ മയോണൈസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതിയാവും ഉണ്ടാക്കിയെടുക്കുന്ന മന്തിൻ്റെ ഒന്നിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.